ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഓടി വരുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. അള്ളാഹു എത്രമാത്രം കാരുണ്യവാനാണ്. അവനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു ഇല്ല, ദൈവമില്ല, ഈ പ്രപഞ്ചം ബിഗ് ബാങ് തിയറിയാണ് എന്ന് പറയുന്നവർക്ക് പോലും അള്ളാഹു എത്രത്തോളം അനുഗ്രഹങ്ങളാണ് ചൊരിഞ്ഞു കൊടുക്കുന്നത്. നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു കാരുണ്യത്തെ 100 വിഭാഗങ്ങളാക്കിയിരിക്കുന്നു. ആ 100 വിഭാഗങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തെ മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത്. ആ ഒരു വിഭാഗത്തിലാണ് ഒരു മകനോട്, കുഞ്ഞിനോട് മാതാപിതാക്കൾ കാണിക്കുന്ന കാരുണ്യവും സ്നേഹവും, അതുപോലെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടികളുണ്ടോ അവരെല്ലാം പരസ്പരം കാരുണ്യവും സ്നേഹവും ഒക്കെ കാണിക്കുന്നത് ഒരൊറ്റ ഭാഗത്തിലാണ്. ബാക്കി 99 ഭാഗവും അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്രമാത്രം കാരുണ്യവാനായിരിക്കും അള്ളാഹു. ഒരു മാതാവിന് തൻ്റെ മകനോടുള്ള സ്നേഹത്തെക്കാൾ എത്രയോ 10 മടങ്ങ് മുകളിലായിരിക്കും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് മുത്തുനബിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന സ്വാഹിബ ഷിമാലി ലിയർഫഉൽ ഖലമ 6 സഅഅത്തിൻ അനിൽ അബ്ദിൽ മുസ്ലിമിൽ മുഖ്തിഇ അവിൽ മസീഇ. അള്ളാഹുവിൻ്റെ ഒരു അടിമ ഒരു തെറ്റ് പ്രവർത്തിച്ചാൽ, ഒരു തിന്മ ചെയ്താൽ 6 മണിക്കൂറോളം അള്ളാഹു ആ മലക്കിനോട് ആ തിന്മ എഴുതാതെ കാത്തിരിക്കുവാൻ പറയുകയാണ്. എന്തിനാ? ഈ 6 മണിക്കൂറിനകത്ത് വെച്ച് ഇവൻ അള്ളാഹുവിനോടൊരു പശ്ചാത്താപം നടത്തിയാൽ ആ പാപം അള്ളാഹു മറന്നു കളയുന്നു, അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു നന്മ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ ആ സെക്കൻഡിൽ തന്നെ ആ നന്മയെ, ചിന്തിച്ച നന്മയെ അള്ളാഹു രേഖപ്പെടുത്താനും പറയുന്നു. എത്രമാത്രം കാരുണ്യവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. Allah's mercy meets you at the point where you decide to return to him.